രാമപുരത്തെ ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ സമ്മേളന വേദിയിലാണ് സംഭവം അരങ്ങേറിയത്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതും അത് ക്രമേണ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തുവെന്നാണ് കിട്ടുന്ന വിവരം. ഭരണഘടനാ സംഘടനകൾ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കുന്നുവെന്ന് പ്രതിപക്ഷ സംഘടനാ പ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചതാണ് എതിർവിഭാഗത്തെ പ്രകോപിതരാക്കിയത്. പോലീസ് എത്തി രംഗം ശാന്തമാക്കി. പ്രതിപക്ഷ സംഘടന അനുകൂലികളായ സുദേവൻ, ഗിരീഷ്, ഇർഷാദ് എന്നിവരും ടീച്ചേഴ്സ് ഫോറത്തിന്റെ അഗസ്റ്റിൻ, ശ്രീകാന്ത് എന്നിവരുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. തുടർന്ന് പോലീസ് അവിടെ നിന്നും എല്ലാവരെയും ലോ കോളേജ് സംഘർഷം പോലീസ് കാവൽ ഏർപ്പെടുത്തി. സംഘടനാ പ്രവർത്തനത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ? നമ്മളായിട്ടെന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന്? അതൊക്കെ അവരുടെ നേതാക്കൾ ഇടപെട്ട് തീർത്തോളൂ. അച്ഛനും മോനെ ടി വി കണ്ട് രസിച്ചിരിക്കല്ലേ? ഗിരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. ഞാൻ ദേവികയെ വിളിച്ചു, അവള് ഫോൺ എടുത്തില്ല. നീ ടെൻഷൻ ആവണ്ട, ഇതൊരു നിസ്സാര പ്രശ്നമാണ്. ദേവിക ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും തിരക്കുണ്ടാവും. അവൾക്ക് എന്ത് തിരക്ക്? ഞാനാ വിളിക്കുന്നേന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം എടുക്കാത്തതാ. അത് ഞാൻ ചോദിക്കുന്നുണ്ട്. ചേച്ചി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രധാനം. അച്ഛൻ നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഗിരി എത്രയും പെട്ടെന്ന് ഇറക്കണം. മോളെ, ഇത് സംഘടനാ പ്രശ്നമാണ്. ഇതുപോലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഞാനും എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നു. ഇതിപ്പോ നമ്മളാരും വിളിച്ചു പറയാനോ ഇറക്കാനോ ഒന്നും പോണ്ട. അവരുടെ സംഘടനാ നേതൃത്വം ഇടപെടും. അവരുടൻ തന്നെ ഇറങ്ങും. അപ്പൊ അച്ഛൻ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്നാണോ? മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരുടെ സംഘടന ഇടപെട്ട് തീർത്തോളും. ഓ, അങ്ങനെയാണല്ലേ? ശരി, അച്ഛനെ ന്യായം പറഞ്ഞെന്ന് തിരിയുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? ഗിരി KDF കാരനല്ലേ? എതിർത്തത് അച്ഛന്റെ ആൾക്കാരും. അച്ഛന് പാർട്ടിക്കപ്പുറം വേറൊന്നും ഇല്ലല്ലോ. KDF കാരൻ 2 ദിവസം അകത്ത് കിടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളോട് തർക്കിക്കാൻ പോണ്ട. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. തീർന്നില്ലേ? തീർന്നില്ല. അച്ഛൻ മക്കളെയൊക്കെ 2 കണ്ണിലാ കാണുന്നത്. മോന്റെ ഭാര്യ ഒരു രീതിയില്, മോളുടെ ഭർത്താവിനെ മറ്റൊരു തരത്തില്. ഗിരിയുടെ സ്ഥാനത്ത് ദേവിക ആയിരുന്നെങ്കിൽ അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇനി ദേവികയല്ല, ഏത് ദേവേന്ദ്രനായാലും ശരി, ഈ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കൂ. അത് നിനക്കും അറിയാം. എനിക്ക് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേച്ചി നിന്നേ, ഞാനൊന്ന് പറയട്ടെ. പോടാ അവിടുന്ന്. അവൻ വലിയ സ്നേഹം കാണിക്കുന്നു. നീ ചേച്ചിക്കൊരു വില തന്നിരുന്നെങ്കില് നിന്റെ ഭാര്യ എന്റെ ഫോൺ വരുമ്പോ ഇങ്ങനെ അവഗണിക്കില്ലായിരുന്നു. ചേച്ചി, അച്ഛാ, ചേച്ചി പിണങ്ങിയ പോയിരിക്കുന്നേ. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല.